25 കുട്ടികളെ 5 കൊല്ലം സ്വന്തമായി പഠിപ്പിക്കുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ അതിന് 2 കോടി രൂപയോളം ചെലവ് വരുന്നു. 1 കോടി രൂപ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി 1 കോടി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. 5 കൊല്ലമായി 25 വിദ്യാർത്ഥികളുടെ പഠനം സ്വന്തമായി ഏറ്റെടുത്ത് നടത്തുന്ന കർദിനാൾ മാർ ക്ലീമിസ് ബാവയുടെ പുണ്യപ്രവർത്തനത്തിന് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി 2 കോടി രൂപയാണ് ആവശ്യമായി വരുന്നത്. ഈ വിദ്യാർത്ഥികളുടെ സുരക്ഷിത ഭാവിക്കായുള്ള കർദിനാൾ മാർ ക്ലീമിസ് ബാവയുടെ ശ്രമത്തിന് 1 കോടി രൂപയുടെ സഹായം MA യൂസഫ് അലി ഉറപ്പു നൽകി. കർദിനാൾ മാർ ക്ലീമിസ് ബാവയുടെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിലാണ് MA യൂസഫ് അലി ഇക്കാര്യം അറിയിച്ചത്. നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ് MA യൂസഫ് അലിയുടെ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തത്. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദ മോസ്റ്റ് മെർസിഫുൾ, ദ മോസ്റ്റ് ബെനിഫിഷ്യൻ. ഞാൻ 2 മിനിറ്റേ സംസാരിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട ക്ലീമിസ് ബാവ തിരുമേനിക്ക് ദൈവം അള്ളാഹു ആരോഗ്യവും ആയുസ്സും ഇസ്സത്തും സമാധാനവും ആരോഗ്യത്തോടു കൂടി ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്നാദ്യമായി ഞാൻ പ്രാർത്ഥിക്കട്ടെ. 2, അദ്ദേഹം 25 കുട്ടികളെ 5 കൊല്ലം സ്വന്തമായി പഠിപ്പിക്കുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ അതിന് 2 കോടി രൂപയോളം ചെലവ് വരുന്നു. 1 കോടി രൂപ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി 1 കോടി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും രണ്ടും വളരെ അടുപ്പമാണ്. ഉത്തമനായ ലോകത്തിലെ ഏറ്റവും ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീ ആരാണെന്നൊരു മുസൽമാനോട് ചോദിച്ചാൽ അവൻ പറയണം ഇമ്രാൻ്റെ മകളായ മറിയമാണ് എന്ന്. അത്രയും അടുപ്പമാണ്. ഫഅത്തത് ബിഹി ഖൗമഹാ തഹ്ബിൽഹു ഖാലൂ യാ മറിയം ലഖദ് ജീത ശൈഅൻ ഫരിയ യാ ഖുത്തു ഹാറൂന അബൂകി ഇംറസവി വമാ കാനത് ഉമ്മുകി ബദിയ وإشارة إليه قالوا كيف نكلم من كان بالمهد صبيا قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. ആ ചോരക്കുഞ്ഞിനെയും കൊണ്ട് കന്യകയായ മറിയം അങ്ങോട്ട് വരുമ്പോൾ സക്കരിയ ചോദിച്ചു, അല്ലയോ മറിയമേ, നീ ഹാറൂൻ വംശപരമ്പരയിൽപ്പെട്ട ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീയല്ലേ, ഇങ്ങനെ കുഞ്ഞുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉത്തമയും ഉത്കൃഷ്ടയുമായ സ്ത്രീയായ മറിയം ബീവി ഞങ്ങൾക്ക് മറിയം എന്ന് പേര് കേട്ട റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞവളോ ചൂണ്ടിക്കാണിച്ചു, എനിക്കൊന്നും അറിയില്ല, ഈ ചോരക്കുഞ്ഞ് പറയുമെന്ന്. അങ്ങനെ ആ ചോരക്കുഞ്ഞ് പറയുന്നതായി ഞങ്ങളുടെ ഖുർആൻ പറയുന്നു. അത്രയും അടുപ്പമാണ്. ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആ 2 ഞാൻ ഇസ്ഹാക്കും യാക്കൂബും എബ്രഹാമും യൂനുസും യൂസുഫും മൂസയും ഈസയും എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകന്മാരാണ്. ഇലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുൽ. പ്രവാചകന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് വ്യത്യസ്തം കൽപ്പിക്കാൻ പാടില്ല. ആയതുകൊണ്ട് നമ്മളുടെ വിശ്വാസം ഒന്നാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ സൗഹാർദ്ദവും സ്നേഹവും സഹോദര്യവും അടുപ്പവും ദൈവം എന്നും നിലനിർത്തി തരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നൊന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. കർദിനാൾ മാർ ക്ലീമിസ് ബാവയുടെ മനുഷ്യത്വപരമായ സ്നേഹത്തിനും സാഹോദര്യത്തിനും പിന്തുണ നൽകിയുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി VD സതീശനാണ് കർദിനാൾ മാർ ക്ലീമിസ് ബാവയുടെ മെത്രാഭിഷേക രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ക്ലീമിസ് ബാവ കേരളീയ സമൂഹത്തിൽ പ്രകാശം പരത്തുന്ന ഗോപുരമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇരുട്ട് നിറയുന്ന ഇടങ്ങളിലും മനുഷ്യഹൃദയങ്ങളിലും ചെറുതിരിവട്ടമായി മാർ ക്ലീമിസ് ബാവ എത്തുന്നത് ആശ്വാസകരമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വേദിയിലും സദസ്സിലുള്ള വിശിഷ്ടാതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനോഹരമായ മുഹൂർത്തത്തിന്, ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നമുക്കെല്ലാം പ്രിയങ്കരനായ
അഭിവന്ദ്യനായ കർദിനാൾ ക്ലീമീസ് ബാവ തിരുമേനിയുടെ ഈ രജത ജൂബിലി ആഘോഷങ്ങൾക്കായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ മുഖ്യമന്ത്രിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്, അഭിവന്ദ്യ തിരുമേനിയുടെ ഒരു കൂടപ്പിറപ്പായിട്ടാണ്. ഞാൻ കാണാൻ ചെല്ലുമ്പോഴെല്ലാം സ്നേഹവാത്സല്യങ്ങൾ പകർന്നു തന്ന്, ആത്മവിശ്വാസം തന്ന്, എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഊർജം പകർന്നു തരുന്ന, അക്ഷരാർത്ഥത്തിൽ എൻ്റെ സഹോദര തുല്യനായ ഒരാളാണ് തിരുമേനി എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പരിചയപ്പെട്ടവർക്ക് എല്ലാവർക്കും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. മലങ്കര കാത്തോലിക സഭയുടെ കഷ്ടകാലത്തിൽ നിന്ന് അതിനെ കൈപിടിച്ചുയർത്തിയ മാർ ഇവാനിയോസ് തിരുമേനിയുടെ പിൻഗാമിയായി വന്ന് അദ്ദേഹം എല്ലായിടത്തും വെളിച്ചം പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭയിൽ ആധ്യാത്മിക രംഗത്ത്, പൊതുരംഗത്ത് അദ്ദേഹം ഇടപെടുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പരിണിതപ്രജ്ഞമായ പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സൗഹൃദത്തിലേക്കും സ്നേഹത്തിലേക്കും ഏത് വിദ്വേഷം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്കും കൊണ്ടുപോകും. ദൈവികമായ ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളുമാണ് അദ്ദേഹം എപ്പോഴും നൽകാറുള്ളത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എനിക്ക് മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് യെശയ്യാ പ്രവചനം 60-ാം അധ്യായമാണ്. അതിലിങ്ങനെ പറയുന്നു: എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കും. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടും. യഹോവ നിന്റെ മേൽ ഉദിക്കും, യഹോവയുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ പ്രഭാവലയത്തിലേക്കും വരും. നീ തല ഉയർത്തി ചുറ്റും നോക്കുക, എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കലേക്ക് വരും. നിന്റെ പുത്രന്മാർ ദൂരെ നിന്ന് വരും, നിന്റെ പുത്രിമാർ അവരെ പാർശ്വത്തിലാക്കി അവർ വരും. നീ അത് കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കലേക്ക് വരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കലേക്ക് വരും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ദൈവത്തിൻ്റെ പ്രകാശം അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ആ പ്രകാശത്തിലാണ് അദ്ദേഹം പ്രകാശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ അദ്ദേഹവുമായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളുമായി ചേർന്ന് നിൽക്കും. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രകാശത്തെക്കുറിച്ചാണ്. ആ പ്രകാശമാണ് കൂരിരുട്ട് മാറ്റി, അന്ധകാരം മാറ്റി, അജ്ഞാനം മാറ്റി വെളിച്ചവും ജ്ഞാനവും കൊണ്ടുവരുന്നത്. ആ കൂരിരുട്ട് മാറ്റാൻ, അന്ധകാരം മാറ്റാൻ, അജ്ഞാനത്തിൻ്റെ ആ വഴികളിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വഴികളിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള വലിയ ദൗത്യവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. രജത ജൂബിലി ആഘോഷങ്ങൾ രാവിലെ 9 മണിക്ക് നടന്ന സമൂഹ ബലിയോടെയാണ് ആരംഭിച്ചത്. കർദിനാൾ മാർ ബസോലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ സമൂഹ ബലിയിൽ മുഖ്യ കാർമ്മികനായിരുന്നു. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വചന സന്ദേശം നൽകി. KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലിക്കൽ അധ്യക്ഷത വഹിച്ചു. മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ മുഖ്യപ്രഭാഷണം നടത്തി. അന്ത്യോഖ്യയിലെ സുറിയാനി കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കിസ് ഇഗ്നാത്തിയോസ് യൂസഫ് യൗനാൻ ബാവ അനുഗ്രഹ സന്ദേശം നൽകി. രജത ജൂബിലി ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശനും മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മയും ചേർന്ന് നിർവഹിച്ചു. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ മാർ ഇവാനിയോസ് കോളേജ് വിദ്യാർത്ഥി മുഹമ്മദ് ബാസിലിനെ ചടങ്ങിൽ ആദരിച്ചു. ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസോലിയോസ് ജോസഫ് ബാവ, മാർത്തോമ സഭയുടെ മെത്രാപ്പൊലീത്ത തേഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, മന്ത്രി K മുരളീധരൻ, പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്, ഇന്റർ ചർച്ച് കൗൺസിൽ സെക്രട്ടറി ബിഷപ്പ് ജോസഫ് മാർ ദിവന്യാസിയോസ്, ശശി തരൂർ MP, KN ബാലഗോപാൽ MLA, നഗരസഭാ മേയർ PV രാജേഷ്, രജത ജൂബിലി ജനറൽ കൺവീനർ മുൻ DGP ജേക്കബ് പുന്നീസ് എന്നിവരും സന്നിഹിതരായിരുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സാമുവേൽ മാർ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത, ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, CSI ബിഷപ്പ് ജോസ് ജോർജ്, കണ്ടനാട് ഭദ്രസനാധ്യക്ഷൻ തോമസ് മാർ അത്തനാസിയോസ് എന്നിവർ പുസ്തകങ്ങൾ പ്രകാശനവും ചെയ്തു.